തന്റെ ജീവിതം സോഷ്യൽ മീഡിയയിലൂടെ തുറന്നുകാട്ടിയ ഇൻഫ്ലുവൻസറാണ് ദിയ കൃഷ്ണ. ദിയയുടെ ജീവിതത്തിലുണ്ടായ പ്രണയങ്ങളും പ്രണയത്തകർച്ചയുമെല്ലാം ആരാധകർക്കറിയാം. ഇന്ന് ഭർത്താവ് അശ്വിൻ ഗണേഷിനോടൊപ്പം സന്തോഷകരമായ ജീവിതം നയിക്കുകയാണ് ദിയ. താൻ ആഗ്രഹിച്ചതുപോലെ ഒരു പങ്കാളിയാണ് അശ്വിൻ എന്ന് ദിയ പറയാറുള്ളത്. മുൻ പ്രണയബന്ധങ്ങളെല്ലാം തന്റെ കാമുകന്മാർക്ക് മറ്റു പെൺകുട്ടികളെ തേടി പോകുന്നത് ഇത് കാരണം താനുമായി ബന്ധം ഇല്ലാതാകുമാണ് ഉണ്ടായത് എന്ന് ദിയ പറയുന്നു. വൈഷ്ണവ് എന്നായിരുന്നു ദിയയുടെ മുൻ കാമുകന്റെ പേര്. ദിയ ഇൻഫ്ലുവൻസറായി വളരുന്ന കാലത്തായിരുന്നു ഈ ബന്ധം. അന്ന് അശ്വിനും ദിയയുടെയും വൈഷ്ണവിന്റെ സുഹൃത്ത് മാത്രമായിരുന്നു. പ്രണയകാലത്തിനിടയ്ക്ക് ഇവർ തമ്മിൽ അകൽച്ച വന്നു. ഒന്നിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് വ്യക്തമായതൊരു ബ്രേക്കപ്പായി. അതിനുശേഷമായി അശ്വിനുമായി ദിയ കൂടുതൽ അടുക്കുന്നത്. ഈ അടുപ്പം വിവാഹത്തിലുമെത്തി. ഇവർക്ക് കുഞ്ഞും പിറന്നു. എന്നാൽ ഇപ്പോൾ മുൻ കാമുകനെ പരിഹസിക്കാനും വിമർശിക്കാനും കിട്ടുന്ന അവസരങ്ങൾ ദിയ പാഴാക്കാറില്ലെന്നാണ് എല്ലാവരുടെയും വിമർശനം. ദിയ പങ്കുവച്ച ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയാണ് ഇതിന് കാരണം. പയ്യന്റെ സ്വഭാവം മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ ആ ചെറുക്കനെ തന്നെ മാറ്റൂ എന്ന് പറയുന്ന വീഡിയോയാണ് ദിയ പങ്കുവച്ചത്. അത്രയും വേഗത്തിലാണ് ദൈവം അശ്വിനെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതെന്നും ദിയ ഇതിനോടൊപ്പം കുറിച്ചു. വൈഷ്ണവുമായി പിരിയാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് ദിയ തുറന്നു സംസാരിച്ചിട്ടില്ല. ബ്രേക്കപ്പിന് ശേഷം വൈഷ്ണവിന് നേരിടേണ്ടി വരുന്ന കടുത്ത സൈബർ ആക്രമണമാണ്. ദിയയുടെ ആരാധകർ ഒന്നടങ്കം വൈഷ്ണവിനെതിരെ തിരിഞ്ഞു. കമന്റ് ബോക്സ് ഓഫ് ചെയ്യേണ്ട സാഹചര്യമാണ് വൈഷ്ണവിന്. വൈറലായ വൈഷ്ണവിന്റെ മിക്ക വീഡിയോകളിലും കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് ലിമിറ്റഡ് ചെയ്യുക ചെയ്തിട്ടുണ്ട്. ദിയ മറ്റൊരു ജീവിതത്തിലേക്ക് കടന്നിട്ട് നെഗറ്റീവ് കമന്റുകൾ വൈഷ്ണവിനെ വിടുന്നതുമില്ല. മുൻ പ്രണയബന്ധങ്ങളുണ്ടായ മുറിവ് ദിയയുടെ മനസ്സിൽ മായാതെ ഉണ്ടെന്ന് വ്യക്തമാണ്. എൻ്റെ ജീവിതത്തിൽ വന്നുപോയ ചില പയ്യന്മാർ തൻ്റെ ജീവിതം തന്നെ നശിപ്പിച്ചു എന്നാണ് ദിയ ഒരിക്കൽ പറഞ്ഞത്. ചിരിച്ചു കളിച്ച് നടന്ന എന്നെ എങ്ങനെ കരഞ്ഞുകൊണ്ട് ഉറങ്ങാമെന്ന് പഠിപ്പിച്ച ഒരു കൂട്ടം ആൾക്കാരാണവർ. ജീവിതകാലം മുഴുവൻ തെറ്റായ ഒരു പങ്കാളിക്കൊപ്പം ജീവിച്ച് അയാളുടെ ടോക്സിറ്റി കണ്ട് കരഞ്ഞ് 20 വർഷത്തെ ബന്ധം എന്ന സോഷ്യൽ മീഡിയയിൽ തനിക്ക് കിട്ടില്ലെന്നും ദിയ കൃഷ്ണ അന്ന് പറഞ്ഞിരുന്നു.